നമസ്കാരം. ഡി ഫോക്കസിലേക്ക് സ്വാഗതം. കൊച്ചിയിൽ GCDA നിർമ്മിക്കുന്ന എക്കോ ടൂറിസം പദ്ധതി ഹൈക്കോടതിയുടെ ഉത്തരവുകൾ ലംഘിച്ചാണോ, പരിസ്ഥിതി നിയമങ്ങളും ചട്ടങ്ങളും ലംഘിച്ചാണോ പദ്ധതിയുടെ നിർമ്മാണം പുരോഗമിക്കുന്നത്? ഇക്കാര്യമാണ് ഇന്ന് ഡി ഫോക്കസ് വിശദമായി പരിശോധിക്കുന്നത്. GCDA ചെയർപേഴ്സൺ N. വേണുഗോപാൽ, പരിസ്ഥിതി പ്രവർത്തകൻ CR നീലകണ്ഠൻ, അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ തുടങ്ങിയവർ ഈ ചർച്ചയിൽ പങ്കെടുക്കും. അതിഥികളിലേക്ക് പോകുന്നതിന് മുമ്പ് കൊച്ചി ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ച മുണ്ടംവേലിയിലെ GCDAയുടെ എക്കോ ഫാം ടൂറിസത്തിന്റെ നിർമ്മാണ പ്രവർത്തനം പുരോഗമിക്കുന്നു. മോട്ടോർ ഉപയോഗിച്ച് പ്രദേശത്തെ വെള്ളം പമ്പ് ചെയ്തു മാറ്റുന്നതും മണ്ണ് നീക്കം ചെയ്യുന്നതും ഇപ്പോഴും തുടരുകയാണ്. പദ്ധതിയുടെ മറവിൽ കണ്ടൽ ചെടികൾ വെട്ടിമാറ്റിയും നിലം നികത്തിയതും കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇടക്കാല ഉത്തരവിലൂടെ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനം ഹൈക്കോടതി തടഞ്ഞത്. മുണ്ടംവേലിയിലെ GCDA തുടങ്ങുന്ന ഇക്കോ ഫാം ടൂറിസം പദ്ധതിയുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കാനാണ് ഇടക്കാല വിധിയിലൂടെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടത്. എന്നാൽ ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവിന് പരസ്യമായ ലംഘനമാണ് ഇവിടെ കാണുന്നത്. ഡിസംബർ 16-നാണ് തീരദേശ പരിപാലന സമിതിയുടെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടത്. പദ്ധതിക്കായി പ്രദേശത്തെ നികത്തലോ വീണ്ടെടുക്കലോ തുടങ്ങിയ പ്രവർത്തനങ്ങൾ പാടില്ലെന്നാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടത്. ജനുവരി 5-ന് കേസ് പരിഗണിക്കുമ്പോഴേക്കും പദ്ധതി പ്രദേശത്ത് മലയാറ്റൂർ DFO അടക്കമുള്ളവരെ ഉൾപ്പെടുത്തി സംയുക്ത പരിശോധന നടത്തി റിപ്പോർട്ട് നൽകാൻ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ഹൈക്കോടതി ഉത്തരവ് മറികടന്ന് പ്രദേശത്ത് ഇപ്പോഴും നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. വെള്ളം മോട്ടോർ ഉപയോഗിച്ച് പമ്പ് ചെയ്ത് തൊട്ടപ്പുറത്തെ നീർത്തടത്തിലേക്ക് കളയുന്നതിനൊപ്പം തന്നെ മണ്ണ് കോരി മാറ്റുന്ന പ്രവർത്തനവും ഇപ്പോഴും തുടരുന്നു. CRZന്റെ പരിധിയിൽപ്പെട്ട 5 ഏക്കർ സ്ഥലത്തെ കണ്ടലുകളും മറ്റും വെട്ടിമാറ്റിയാണ് ഇക്കോ ഫാം ടൂറിസം പദ്ധതിക്ക് GCDA തുടക്കമിട്ടത്. വെള്ളം മോട്ടോർ ഉപയോഗിച്ച് വറ്റിച്ചതിനെ തുടർന്ന് കണ്ടൽ ചെടികൾ വാടിക്കരിഞ്ഞും സ്ഥലത്ത് നിൽക്കുന്നുണ്ട്. പദ്ധതി പ്രദേശത്ത് നിന്ന് നീക്കം ചെയ്ത മണ്ണ് നിക്ഷേപിച്ച് സമീപത്തെ മറ്റ് സ്ഥലങ്ങളും നികത്തിയതായി നേരത്തെ തീരദേശ സമിതി കണ്ടെത്തിയിരുന്നു. ക്യാമറ പേഴ്സൺ അഫ്സൽ രാജിനൊപ്പം സനൂപ് ശശിധരൻ, മീഡിയ 1, കൊച്ചി. അതിഥികളിലേക്ക്. ശ്രീ N. വേണുഗോപാൽ, ഹൈക്കോടതി തടഞ്ഞ ഒരു പദ്ധതി, പരിസ്ഥിതി കണ്ടൽക്കാടുകൾ നശിപ്പിച്ചതിന്റെ പേരിൽ ഹൈക്കോടതി താൽക്കാലികമായി തടഞ്ഞ ഒരു പദ്ധതി ഹൈക്കോടതിയുടെ ഉത്തരവ് പോലും വകവയ്ക്കാതെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട എന്ത് അടിയന്തര പ്രാധാന്യമാണ് എക്കോ ഫാം ടൂറിസം പദ്ധതിക്കുള്ളത്? എന്ത് പ്രാധാന്യമാണ് ഇത്രയും വലിയ ഒരു പ്രാധാന്യം GCDA ഇതിന് നൽകുന്നതിന്റെ കാരണം എന്താണ്? അല്ല, നിങ്ങൾ ഈ മീഡിയ 1 എന്ന് പറയുന്ന ഒരൊറ്റ ദൃശ്യമാധ്യമം കഴിഞ്ഞ 2-3 ആഴ്ചക്കാലമായി ഈ പദ്ധതിയെ എന്തോ ഒരു അറിഞ്ഞുകൊണ്ടിട്ട് ഈ പദ്ധതിയെ തടസ്സപ്പെടുത്തണമെന്നുള്ള രീതിയിൽ തെറ്റായ വാർത്തകൾ നിരന്തരം പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. വാസ്തവത്തിൽ അത് അവസാനിപ്പിക്കണമെന്ന് ഞാൻ തുടക്കത്തിൽ പറയുകയാണ്. ഈ പ്രദേശം ഏതാണ്ട് 150 ഏക്കർ സ്ഥലം GCDA വർഷങ്ങൾക്ക് മുമ്പ് അക്വയർ ചെയ്ത സമയത്ത് 150 ഏക്കർ ഉണ്ടായിരുന്നു. ആ 150 ഏക്കറിൽ ഇന്ന് കോസ്റ്റ് ഗാർഡിൻ്റെയും നേവിയുടെയും സ്കൂളുകളും ഒക്കെ വന്നിട്ട് ഏതാണ്ട് 15 ഏക്കർ സ്ഥലമാണ് ബാലൻസ് GCDAയുടെ കൈവശം കിടക്കുന്നത്. അതിൽ 5 ഏക്കർ സ്ഥലം കൊച്ചിൻ കോർപ്പറേഷന് കൊടുത്ത് കൊച്ചിൻ കോർപ്പറേഷൻ കഴിഞ്ഞ ഏതാണ്ട് ഒരു 2 വർഷക്കാലമായി നികത്തിയിട്ടിരിക്കുന്ന ഭൂമിയുണ്ട്. ആ ഭൂമി അവിടെ കിടക്കുമ്പോൾ തന്നെ നിങ്ങൾ കാണിക്കുന്ന ഈ ദൃശ്യത്തിൻ്റെ 4 സൈഡിലും റോഡാണ്. ഈ റോഡിൻ്റെ നടക്ക് കിടക്കുന്ന 5 ഏക്കർ സ്ഥലത്തിൽ 40 സെൻറ്റ് പുരയിടമാണ്. പുരയിടം എന്ന് മാത്രമല്ല, അവിടെ കൊപ്രാക്കളം നടത്തിക്കൊണ്ടിരുന്ന സ്ഥലമാണ്. ആ സ്ഥലത്തൊരു കുടികിടപ്പുകാരനുണ്ട്. ആ സ്ഥലം ഒഴിച്ചു വരുന്ന 4.5 ഏക്കർ സ്ഥലത്താണ് അവിടെ വേസ്റ്റ് ഡംപ് ചെയ്യുന്ന പ്രദേശമായിരുന്നു. ആരും അങ്ങോട്ട് പോയിട്ടില്ല. ടോയ്ലറ്റ് വേസ്റ്റ് കൊണ്ടുവന്ന് ഡംപ് ചെയ്യുമായിരുന്നു. ഞാൻ ആ ഭാഗത്ത് പോയപ്പോൾ അവിടെ കൂടെ നടക്കാൻ വരുന്ന ആളുകളും ഈ പ്രദേശവാസികളും നിരന്തരമായി എന്നോട് അവിടെ ഒരു വാക്ക്വേ ഉണ്ടാക്കണം. വാക്ക്വേ ഉണ്ടാക്കൽ GCDA എല്ലായിടത്തും വാക്ക്വേ ഉണ്ടാക്കാൻ ഒക്കില്ല. അപ്പം വാക്ക്വേ ഉണ്ടാക്കുന്നതിനെ സംബന്ധിച്ച് ഞാൻ സംസാരിച്ച സമയത്ത് CMFRIയുടെ സയൻറ്റിസ്റ്റുകളുമായി സംസാരിച്ചു. അവർ ഈ പ്രദേശത്ത് വരികയും ഈ പ്രദേശത്ത് ഇതിൻ്റെ സെൻറ്ററിൽ നിൽക്കുന്ന ഒരു പോർഷൻ ഏതാണ്ട് 2 കണ്ടലും 12 കമ്മട്ടി മരവും ഇതിൻ്റെ സെൻറ്ററിൽ നിൽപ്പുണ്ട്. അത് സംരക്ഷിച്ചുകൊണ്ട് കമ്മട്ടി പോലും ഞങ്ങൾ വെട്ടിയില്ല. ഇത് മുഴുവൻ ഇപ്പം നിങ്ങൾക്ക് കാണാമല്ലോ ദൃശ്യം. കമ്മട്ടി കണ്ടലും അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട്
ശ്രീ എൻ വേണുഗോപാൽ, താങ്കളുടെ ശ്രദ്ധയിലേക്ക് ഒരു വ്യക്തതയ്ക്ക് വേണ്ടി കൂടി ഞാനൊരു കാര്യം താങ്കളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഈ ഡിസംബർ 16-ന് ചീഫ് ജസ്റ്റിസ് അശോക് ഭൂഷൺ അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചിന്റെ ഒരു ഉത്തരവ്, അതിലൊരു ഭാഗത്ത് പറയുന്നത് ഇൻ ദി മീൻ ടൈം വി ഡിറക്ട് ദാറ്റ് നോ ഫില്ലിംഗ് റിക്ലമേഷൻ ആക്ടിവിറ്റി ഷാൾ ബി അണ്ടർടേക്കൺ വിത്ത് റിഗാർഡ് ടു വെറ്റ്ലാൻഡ് ആൻഡ് മാംഗ്രോവ് ഏരിയ എന്നാണ്. ഒരു തരത്തിലുള്ള പ്രവർത്തനങ്ങളും മണ്ണിട്ട് ഫില്ല് ചെയ്യരുത്, മറ്റു കാര്യങ്ങൾ നടത്തരുത്, പ്രത്യേകിച്ച് കണ്ടൽക്കാട് ഉള്ള ഈ മേഖലയിൽ CRZ-1 ഭാഗമായിരിക്കും ഈ ഭൂമിയിൽ ഇത്തരം കാര്യങ്ങൾ നടത്തരുത് എന്ന് കൃത്യമായൊരു നിർദ്ദേശം ഹൈക്കോടതിയിൽ നിന്നുണ്ട്. ഈ നിർദ്ദേശം നിലനിൽക്കെ എന്തിനാണ് ഞാൻ പഠിച്ചിട്ടുള്ള ഇംഗ്ലീഷിന്റെ പരിഭാഷയും നിങ്ങൾ പഠിച്ചിട്ടുള്ള ഇംഗ്ലീഷിന്റെ പരിഭാഷയും എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കണ്ടൽക്കാട് ഈ സൈറ്റിന്റെ പടിഞ്ഞാറേ സൈഡിലാണ്. നിങ്ങളവിടെ വരികയാണെങ്കിൽ ഞാൻ നേരിട്ട് കൊണ്ടുപോയി കാണിക്കാം. ഏതാണ്ട് കോർപ്പറേഷൻ നികത്തിയ ഭൂമിയുടെ പടിഞ്ഞാറേ സൈഡ് കൊണ്ട് കണ്ടൽക്കാട് ഇപ്പോഴും അവിടെ തന്നെ നിലനിൽക്കുന്നു. ആ കണ്ടൽക്കാട് ഒരെണ്ണം പോലും കരിഞ്ഞിട്ടില്ല, ഒരെണ്ണം പോലും വെട്ടി നശിപ്പിച്ചിട്ടില്ല. ശ്രീ എൻ വേണുഗോപാൽ, ഹൈക്കോടതിയിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു ഇടക്കാല ഉത്തരവില്ലേ? ഇല്ല, നിങ്ങൾ പറയുന്ന ഉത്തരവല്ല ഉള്ളത്. ഉത്തരവ് ഞാൻ വേണമെങ്കിൽ ഇവിടെ വായിക്കാം. ഉത്തരവിനകത്ത് കണ്ടൽക്കാട് നിൽക്കുന്നതായ പ്രദേശത്തേക്ക് മണ്ണ് ഡംപ് ചെയ്യുകയോ കണ്ടൽക്കാട് നിൽക്കുന്ന പ്രദേശത്ത് റിക്ലെയിം ചെയ്യുകയോ ചെയ്യരുത് എന്ന് പറഞ്ഞ് ഈ പ്രൊജക്റ്റ് ഏരിയ അല്ല. നിങ്ങളുടെ തന്നെ സൈറ്റിൽ കഴിഞ്ഞ ദിവസം ഡോക്ടർ രാമേന്ദ്രൻ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു ഈ പ്രൊജക്റ്റ് നിൽക്കുന്ന സ്ഥലത്ത് കണ്ടൽക്കാട് നശിപ്പിച്ചിട്ടില്ല. കണ്ടൽക്കാട് അതിൻ്റെ പടിഞ്ഞാറ് സൈഡിൽ ഒരു 10 ഏക്കർ സ്ഥലത്തോളം കണ്ടൽക്കാടുണ്ട്. ആ കണ്ടൽക്കാട് നശിക്കുമോ എന്ന് ഡൗട്ട് പറഞ്ഞിരിക്കുന്നു. അതിനാണ് ഇത്തരമൊരു ഇൻസ്പെക്ഷൻ ഹൈക്കോടതി വെച്ചിരിക്കുന്നത്. ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന വേർഡ് നിങ്ങൾ ആ ജഡ്ജ്മെൻറ്റിൻ്റെ 3-ാമത്തെ ക്ലോസ് എടുത്ത് വായിച്ചാൽ അതിനകത്ത് ക്ലിയർ കട്ടായിട്ട് ഫില്ലിംഗ് ഓർ റിക്ലമേഷൻ, എന്ത് കണ്ടൽക്കാടിന് നിൽക്കുന്ന സ്ഥലത്ത്, അല്ലാണ്ട് ഈ പ്രൊജക്റ്റ് നടക്കുന്ന സ്ഥലത്തല്ല. നിങ്ങളെടുത്ത് വായിച്ചു നോക്കത്. കണ്ടൽക്കാട് നിൽക്കുന്നത് ഇതിൻ്റെ പടിഞ്ഞാറേ സൈഡ്. ഞങ്ങളൊരു കാര്യമുണ്ട്, ഞങ്ങളിത് പരിസ്ഥിതി സംരക്ഷിത മേഖലയാക്കി വെക്കുന്നതിനാണ് ഈ കണ്ടൽക്കാട് അതിനകത്ത് വെച്ചിരിക്കുന്നത്. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത ഞങ്ങളുടെ റിപ്പോർട്ടർ സനൂപ് ശശിധരൻ കൂടി ഒരു വ്യക്തതയ്ക്ക് വേണ്ടി അല്പസമയത്തിനകം ചേരും. വീണ്ടും താങ്കളിലേക്ക് വരാം. ശ്രീ CR നീലകണ്ഠൻ, പലപ്പോഴും കൊച്ചിയുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട പലപ്പോഴും ഉണ്ടാകുന്നത് കായൽ തീരമോ കണ്ടൽക്കാടുകളൊക്കെ തന്നെ കയ്യേറി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് വ്യാപകമാണ്. അത് നഗരസഭയുടെ പല പദ്ധതികളും അങ്ങനെ വന്നിട്ടുണ്ട്. സ്വകാര്യ സ്ഥാപനങ്ങളും സ്വകാര്യ വ്യക്തികളും കയ്യേറുന്നുണ്ട്. ഇത്തരം കാര്യങ്ങൾ എന്തുകൊണ്ടാണ് ഏതെങ്കിലും ഘട്ടത്തിൽ നിയന്ത്രിക്കാൻ നമ്മുടെ അധികാരികൾക്കോ സംവിധാനങ്ങൾക്കോ കഴിയാതെ പോകുന്നത്? ഇതിൽ നിയമം വളരെ കൃത്യമാണ്. ഇപ്പം നേരത്തെ പറഞ്ഞ പ്രദേശം വെള്ളം എന്ന് പറഞ്ഞാൽ അത് CRZ മേഖല തന്നെയാണ്. CRZ-4 ആണ്. കണ്ടൽ എന്ന് പറഞ്ഞാൽ CRZ-1 ആണ്. ഇവിടെ CZM ഏജൻസി എന്ന് പറഞ്ഞാൽ അവരുടെ മാപ്പുണ്ട്. ആ മാപ്പിൽ ഞാൻ ആ മാപ്പ് കണ്ടെടുത്തോളം കാര്യം ഇതാണ്. ആ മാപ്പിൽ 1000 ഹെക്ടറിൽ കൂടുതൽ കണ്ടൽ അവിടെ ഉണ്ട്. ആ പ്രദേശത്ത് 1000 ഹെക്ടർ ഉണ്ടെങ്കിൽ 50 മീറ്റർ കണ്ടലിൽ നിന്ന് വിടണം എന്നാണ് CRZ 2011 നിയമം പറയുന്നത്. ഒന്ന്. വെള്ളം എന്ന് പറയുന്നത് CRZ-ലെ 2011 നിയമം അനുസരിച്ച് CRZ-4 ആണ്, സോൺ 4 ആണ്. സോൺ 4ഉം നോ ഡെവലപ്മെൻറ്റ് സോണാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ നേരത്തെ ശ്രീ വേണുഗോപാൽ പറഞ്ഞു, അവിടെ ഒരു ഡെവലപ്മെൻറ്റും നടത്താൻ പാടില്ല എന്ന് തന്നെയാണ് നിയമം. ഇനിയിപ്പോൾ അദ്ദേഹം പറയണത് നമുക്ക് വാദത്തിന് വേണ്ടി എടുത്താൽ പോലും ഇതിൻ്റെ CZM മാപ്പുമായി ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് സബ്മിറ്റ് ചെയ്യാനാണ് 4-ാം തീയതി വരെ പറഞ്ഞിട്ടുള്ളത്. 4-ാം തീയതിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു കേസ് വെച്ചിട്ടുള്ളത്. 5-ാം തീയതി കോടതി തുറക്കുമ്പോൾ ഈ കേസിൽ ബാക്കി ഡീറ്റെയിൽസ് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. കോടതി ഒന്നുകൂടി നോക്കാൻ വേണ്ടി അതിലൊക്കെ നിൽക്കട്ടെ. ഈ പദ്ധതി മാത്രമല്ല, ഇപ്പം നേരത്തെ കോർപ്പറേഷൻ്റെ പദ്ധതി പറഞ്ഞു, അത് നിൽക്കുകയാണ്, അത് സ്റ്റേ ആണ്. എന്താ കോർപ്പറേഷൻ്റെ പദ്ധതിയുടെ സ്റ്റേ? കോർപ്പറേഷൻ്റെ പദ്ധതി മുമ്പോട്ട് പോയില്ല. വേസ്റ്റ് പദ്ധതി പോയില്ല എന്ന് ഞാൻ ഉറപ്പ് പറയുന്നു. വേസ്റ്റ് പദ്ധതി പോകാൻ കഴിയാത്ത വിധത്തിൽ അതിന് കിട്ടിയിട്ടുണ്ട്. എന്താ കാര്യമെന്ന് വെച്ചാൽ ഇപ്പോൾ അവിടെ നമ്മൾ ചെന്ന് നോക്കിയാൽ ഒരു കാര്യം കാണാം. ആ കോർപ്പറേഷൻ നികത്തിയ സ്ഥലത്ത് എത്ര കട്ടിയിൽ നികത്തിയിട്ടുണ്ടെങ്കിൽ പോലും ആ ഭൂമി ഭേദിച്ച് കണ്ടൽ പുറത്തേക്ക് വരുന്നുണ്ട്. ഞാൻ അത്ഭുതകരമായി കണ്ടൊരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ കണ്ടൽ ഉണ്ടായിരുന്ന സ്ഥലത്ത് തന്നെയാണ് കണ്ടൽ പുറത്തേക്ക് വരിക. അതവിടെ നിൽക്കട്ടെ.
ഞാൻ പറഞ്ഞത് കണ്ടൽക്കാട്, കൊച്ചി അടക്കമുള്ള നിരവധി മേഖലകളിൽ പോയിട്ടുണ്ട്. ഇപ്പോൾ CZM നമുക്ക് അതോറിറ്റികളുണ്ട്. CZMA എന്ന് പറയുന്നൊരു അതോറിറ്റി ഉണ്ട്. അതിൻ്റെ ആൾ കളക്ടറാണ്. കളക്ടറും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്, ഈ രണ്ട് ഡിപ്പാർട്ട്മെൻറ്റും വലിയ നിസ്സംഗതയോ നെഗ്ലിജൻസോ അല്ലെങ്കിൽ അവഗണനയോ കാണിച്ചതുകൊണ്ടാണ് കൊച്ചിയിൽ ഇത്ര നാശം വന്നത്. ഇത് ഒരു കളക്ടർ എന്നുള്ള വ്യക്തിയെക്കുറിച്ച് മാത്രമല്ല, അദ്ദേഹം ബാക്കി നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഈ കാര്യത്തിൽ ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. വില്ലേജ് ഓഫീസർമാർ, 2 വില്ലേജ് ഓഫീസർമാർ ഇതിൽ ഇടപെടണം, നിർത്തിവെക്കണം എന്നിട്ട് അദ്ദേഹത്തിന് കത്ത് കൊടുത്തതാണ്. അദ്ദേഹം എന്താ പറഞ്ഞു? ഒരു ഡെപ്യൂട്ടി കളക്ടർ മറുപടി കൊടുത്തത് ആസ് പെർ റൂൾ ചെയ്യാൻ കളക്ടർ വില്ലേജ് ഓഫീസർക്ക് അധികാരമില്ല. കാരണം CRZ നിയമലംഘനത്തിന് കേസെടുക്കാൻ കളക്ടർക്ക് മാത്രമേ അധികാരമുള്ളൂ. അത് ഇവർക്ക് അധികാരമില്ല, വില്ലേജ് ഓഫീസർക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് വില്ലേജ് ഓഫീസർ അത് ചെയ്യാതെ കളക്ടർ തിരിച്ചു കൊടുത്തു. ഇത് നിരവധി ഇടങ്ങളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. മലയാറ്റൂർ DFO ഇക്കാര്യത്തിൽ ചെയ്തത് അക്ഷന്തവ്യമായ അപരാധമാണ്. അപ്പോൾ അദ്ദേഹത്തിന് കൊടുക്കേണ്ടി വരും. ഞാൻ പറയുന്നത് CZMA വച്ച് ആ ഏരിയ ആണെങ്കിൽ ആ ഏരിയ ചെയ്യാൻ പറ്റില്ല, നിയമപ്രകാരം ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഈ തർക്കത്തിലേക്ക് ഇപ്പോൾ ഇദ്ദേഹം പറയുന്ന പോലെ മറ്റേ CRZ പുറത്താണ് എന്നുള്ള തർക്കം ഉണ്ടെങ്കിൽ നമുക്കത് അങ്ങനെ ആലോചിക്കാം. പക്ഷേ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, എൻ്റെ മനസ്സിലാക്കൽ, അത് കണ്ടൽക്കാടിൽ നിന്ന് 50 മീറ്റർ വിടണമെന്നും അത് ബഫർ സോണാക്കി വെക്കണമെന്നും അവിടെ മറ്റേ വെള്ളം എന്ന് പറഞ്ഞാൽ കടലുമായി ബന്ധപ്പെട്ട വെള്ളമാണെങ്കിൽ, വേലിയിറക്കം വരുന്ന വെള്ളമാണെങ്കിൽ അത് CRZ 4 എങ്കിൽ അവിടെ പ്രവർത്തനം നടത്താൻ പാടില്ല. വേണുഗോപാൽ, താങ്കൾ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങൾക്ക് വ്യക്തത വരുത്താൻ ഈ പദ്ധതിക്കെതിരായ ഹൈക്കോടതിയിൽ പരാതി സമർപ്പിച്ച പീറ്ററും ഞങ്ങളുടെ റിപ്പോർട്ടർ സനൂപ് ശശിധരനും ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത 2 പേരുമുണ്ട്. ഒരു ഇടവേളയ്ക്ക് ശേഷം അവരുടെ വിശദീകരണത്തിലേക്ക് കൂടി തിരിച്ചു വരാം. ഒരിടവേള. ഡിഫോക്കസ് തുടരുന്നു. ഈ എക്കോ ടൂറിസം പദ്ധതിക്കെതിരെ കോടതിയെ സമീപിച്ച പീറ്ററുണ്ട്. ശ്രീ പീറ്റർ, നേരത്തെ GCDA ചെയർപേഴ്സൺ N വേണുഗോപാൽ പറഞ്ഞത് കണ്ടൽക്കാടുകളുള്ള പ്രദേശത്തല്ല ഈ പദ്ധതി, ഒരുവിധ പരിസ്ഥിതി നിയമലംഘനവും ഈ പദ്ധതി നടപ്പാക്കുന്നതിൻ്റെ പേരിൽ GCDA നടത്തിയിട്ടില്ല എന്നാണ്. ശ്രീ പീറ്ററിലേക്ക് തിരിച്ചു വരാം. വാർത്ത റിപ്പോർട്ട് ചെയ്ത സനൂപ് ശശിധരനുണ്ട്. സനൂപ് ശശിധരൻ, അല്പം മുമ്പ് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, N വേണുഗോപാലിൻ്റെ വാദം കണ്ടലുള്ള മേഖലയിലല്ല ഈ പദ്ധതി നടപ്പാക്കുന്നത്. ഒന്ന്. രണ്ടാമത്, ഈ പദ്ധതി നിർത്തിവെക്കാനുള്ള താൽക്കാലികമായി തടഞ്ഞുകൊണ്ടുള്ള ഹൈക്കോടതിയുടെ ഒരു ഉത്തരവില്ല. 2 കാര്യമാണ് അദ്ദേഹം പറയുന്നത്. താങ്കളുടെ വിശദീകരണം. കണ്ടലുകൾ ഇല്ലാത്ത സ്ഥലത്താണ് നിർമ്മാണ പ്രവർത്തനം നടത്തുന്നതെന്ന GCDA ചെയർമാന്റെ വാദം അടിസ്ഥാനരഹിതമാണ്. ആ സ്ഥലം സന്ദർശിച്ച വ്യക്തി എന്ന നിലയ്ക്ക് എനിക്കത് കൃത്യമായി പറയാനാകും. അവിടെ കണ്ടലുകൾ ധാരാളമുണ്ട്. ആ ദൃശ്യങ്ങളിലും അത് വ്യക്തമാണ്. മണ്ണെടുക്കുകയും വെള്ളം ഇപ്പോൾ പമ്പ് ചെയ്ത് പുറത്തേക്ക് കളയുകയും ചെയ്യുന്ന സ്ഥലത്ത് ദ്വീപ് പോലെ 2 തുരുത്തുകൾ പോലെ നിൽക്കുന്നതിൽ കണ്ടൽ ചെടികൾ നിൽക്കുന്നുണ്ട്. മാത്രവുമല്ല, അവിടെ വ്യാപകമായി കണ്ടൽ ചെടികൾ വെട്ടിനശിപ്പിച്ചതിന്റെ ഫോട്ടോകൾ നമ്മുടെ കയ്യിലുണ്ട്. അത് നേരത്തെ തന്നെ നമ്മൾ വാർത്തയാക്കിയിരുന്നു. അന്ന് GCDA ചെയർമാൻ പറഞ്ഞ മറ്റു സ്ഥലങ്ങളിലെല്ലാം ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്കും അത് ആയിക്കൂടെ എന്നൊരു വാദമാണ് ഉന്നയിച്ചത്. അവിടെ കണ്ടലുകൾ ഇല്ല എന്ന് അദ്ദേഹത്തിന് പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് KCZMAയുടെ ഡോക്ടർ പത്മകുമാറും ഡോക്ടർ രാമചന്ദ്രനും അടങ്ങിയ സമിതി ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ അവിടെ ഏതെല്ലാം കണ്ടലുകളാണ് ഉള്ളത്, അവിടെ ആ കണ്ടലുകളെ ഒക്കെ എന്തെല്ലാം നാശനഷ്ടങ്ങൾ സംഭവിച്ചു എന്ന കാര്യം വ്യക്തമായ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ പെടാത്തതാണെന്ന് ഞാൻ കരുതുന്നില്ല. അത് കണ്ടിട്ടുമുണ്ട്. ഫോട്ടോകളും അദ്ദേഹത്തിന് കൃത്യമായി തന്നെ കണ്ടറിയാം. റൈറ്റ് സനൂപ് ശശിധരൻ. ശ്രീ N വേണുഗോപാൽ, സനൂപിന്റെ വിശദീകരണം താങ്കൾ കേട്ട് കാണും. മറ്റൊന്ന്, ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് അവിടെ കണ്ടലുകളുണ്ട്. ഇതുമല്ല, ഇത് CRZ 1 പ്രദേശമാണ്. അവിടെ പെർമനന്റായ നിർമ്മാണ പ്രവർത്തനങ്ങൾ പാടില്ല എന്നുള്ളത് വളരെ കൃത്യമാണ്. മാത്രമല്ല, സംസ്ഥാന സർക്കാരിന്, കേന്ദ്ര സർക്കാരിന് പോലും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതി നൽകാൻ കഴിയില്ല. കോസ്റ്റൽ സോൺ മാനേജ്മെന്റ് അതോറിറ്റി നേരത്തെ ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ മറ്റൊരു കാര്യം പറയുന്നത്, GCDA ഇതിന് ബന്ധപ്പെട്ട തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിൽ നിന്ന് ഈ പദ്ധതിക്ക് അനുമതി വാങ്ങിയിട്ടില്ല എന്ന് കൂടി പറയുന്നുണ്ട്. ഇത് GCDAയുടെ ഓൺ സ്ഥലത്ത് ഗൂഗിൾ മാപ്പ് ഉൾപ്പെടെയുള്ളത് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാവുന്ന കാര്യമാണ്. ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങളല്ലല്ലോ നടക്കുന്നത്. ഇവിടെ ടോയ്ലറ്റ് വേസ്റ്റും മറ്റ് ഡംപ് ചെയ്തിരുന്ന പ്രദേശത്ത് ഈ വേസ്റ്റ് മാറ്റി ആഴം കൂട്ടി ചെളി കൊണ്ട് തന്നെ ഭിത്തികൾ കെട്ടിയിട്ട് അതിൻ്റെ ചുറ്റും മുള വെച്ച് ആ മതിലുമാതിരി ഉണ്ടാക്കിയിട്ട് ഇതിനകത്ത് മീനെ വളർത്തുന്ന പോണ്ടാണത് കാണുന്നത്. മീനെ വളർത്താനുള്ള പോണ്ട് ആഴത്തിലെടുത്തിട്ട് അതിൻ്റെ ചുറ്റും 4 ചുറ്റും റോഡാണ്, ടാറിട്ട റോഡ് 4 ചുറ്റുമുണ്ട്. ഈ 4 ചുറ്റും ടാറിട്ട റോഡ് കിടക്കുന്നതിൻ്റെ ഇടയ്ക്ക് കിടക്കുന്നത്, അതിൻ്റെ ഡോക്യുമെൻ്റ് എടുത്തു നോക്കിയാൽ അറിയാം, GCDA അക്വയർ ചെയ്തപ്പം അത് വെള്ളം കെട്ടിക്കിടക്കുന്ന നിലമാണ്. ആ സ്ഥലത്ത് ഒരു നിർമ്മാണ പ്രവർത്തനവും ഞങ്ങൾ നടത്തുന്നില്ല.
നിർമ്മാണം നടത്തുന്നു എന്ന് പറഞ്ഞാൽ ആഴം വർദ്ധിപ്പിച്ച് അവിടെ മീനെ വളർത്തുകയാണ്, അല്ലാണ്ട് അവിടെ കോൺക്രീറ്റ് കെട്ടിടം ഉണ്ടാക്കിയല്ല. അങ്ങനെ വരുമ്പോൾ തന്നെ GCDയുടെ ഇതിൻ്റെ പടിഞ്ഞാറേ സൈഡിൽ ഒരു 5 ഏക്കർ സ്ഥലത്ത് കണ്ടലുണ്ട്. ആ കണ്ടൽ ഞങ്ങൾ സംരക്ഷിച്ചു പോരുകയാണ്. ഇതൊന്നും കാണാതെ ഹൈക്കോടതിയുടെ ജഡ്ജ്മെൻറ്റ് ലംഘിക്കുന്നു എന്ന് നിങ്ങൾ വാർത്ത കൊടുക്കുന്നത് നിങ്ങൾ ഈ സ്ഥാപനത്തോട് ചെയ്യുന്ന, അല്ലെങ്കിൽ ഞങ്ങളുടെ സ്ഥാപനത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ്. വേണുഗോപാൽ തിരിച്ചു വരാം. അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ കൂടി ചേരുന്നു. അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ, വേണുഗോപാലിന്റെ വാദങ്ങൾ താങ്കൾ ശ്രദ്ധിച്ചു കാണും. ഒരു തരത്തിലുള്ള നിയമലംഘനവും അവിടെ നടക്കുന്നില്ല എന്ന് അദ്ദേഹം തറപ്പിച്ചു പറയുന്നു. വേണുഗോപാൽ ഈ ചാനലിന്റെ ചർച്ചയിൽ തന്നെ നേരത്തെ പറഞ്ഞതും GCDയെ ഹൈക്കോടതിയിൽ ഉന്നയിച്ചുമായ ഒരു രസകരമായ വാദം എന്ന് പറയുന്നത് CRZ നിയമം ഇവർക്ക് അപ്ലിക്കബിൾ അല്ല എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, ഡാറ്റ ബാങ്കിൽ നിലമായും തണ്ണീർത്തടമായും രേഖപ്പെടുത്തിയ പ്രദേശമാണ്. 142 എന്ന് പറയുന്ന സർവേ നമ്പർ മുഴുവൻ തണ്ണീർത്തടമാണ്. തണ്ണീർത്തടം നികത്താൻ അനുമതി നൽകാൻ സംസ്ഥാന ക്യാബിനറ്റിന് പോലും അധികാരമില്ല. അത് കേന്ദ്ര നിയമത്തിന്റെ പ്രൊട്ടക്ഷനിൽ ഉള്ള ഒരു നീർത്തട പ്രദേശമാണ്. അവിടെ 50 മീറ്റർ വിട്ട് മാത്രമേ ഏതെങ്കിലും നിർമ്മാണ പ്രവർത്തനം നടത്താവൂ എന്ന് CRZന്റെ മാപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അവിടെ വ്യാപകമായ കണ്ടൽ വെട്ടി നശിപ്പിച്ചതിന്റെ ഫോട്ടോഗ്രാഫും ഇപ്പോൾ ഉപഗ്രഹ ചിത്രങ്ങൾ സഹിതം ഞങ്ങളുടെ കയ്യിലുണ്ട്. വേണുഗോപാൽ ആവർത്തിച്ച് കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഭൂമി വിൽപ്പന നടത്തുന്നതിന് വേണ്ടിയാണോ എന്നാണ് ഇപ്പോൾ ഞങ്ങൾ സംശയിക്കുന്നത്. കാരണം സർക്കാരിന് കൊടുത്തിരിക്കുന്ന രേഖകൾ അനുസരിച്ചും കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന രേഖകൾ അനുസരിച്ചും നിയമവിരുദ്ധമായ പ്രവൃത്തിയാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് ഹൈക്കോടതി ഇനീഷ്യലി തന്നെ കേസിന്റെ വാദം തുടങ്ങുമ്പോൾ തന്നെ എല്ലാത്തരം നിർമ്മാണ പ്രവർത്തനങ്ങളും നിർത്തിവെക്കാൻ ഉത്തരവിട്ടത്. ആ ഉത്തരവ് ലംഘിക്കുന്നു എന്നാണ് ഇന്ന് മീഡിയ വണ്ണിന്റെ വിഷ്വലുകൾ. ഹരീഷ് വാസുദേവൻ, വേണുഗോപാൽ പറയുന്നത് അത്തരത്തിലുള്ള ഒരു ഉത്തരവ്, ഈ പദ്ധതി നിർത്തിവെക്കാൻ ഇതിന് താൽക്കാലിക സ്റ്റേ, നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സ്റ്റേ അനുവദിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവില്ല എന്നാണ്. ഉത്തരവില്ലെങ്കിൽ അദ്ദേഹത്തിന് ബോധ്യമാകുന്ന വിധത്തിൽ അദ്ദേഹം കോടതിയിൽ 4-ാം തീയതി കോടതിയലക്ഷ്യം ഫയൽ ചെയ്യപ്പെടുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലാവുമായിരിക്കും. കോടതിയലക്ഷ്യം തീരുമാനിക്കുന്ന ചീഫ് ജസ്റ്റിസിന്റെ മുമ്പിൽ അദ്ദേഹം തീർച്ചയായിട്ടും ഹാജരായി അങ്ങനെ ഒരു ഉത്തരവുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അദ്ദേഹം വിശദീകരിക്കേണ്ടി വരുമായിരിക്കും. ഏതായാലും ജില്ലാ കളക്ടറെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഉത്തരവുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും അദ്ദേഹത്തിനുണ്ടാവില്ല. അദ്ദേഹത്തിന്റെ അഭിഭാഷകന് യാതൊരു സംശയവും ഉണ്ടാവാൻ വഴിയില്ല. ഉത്തരവിന്റെ കോപ്പി മീഡിയ വൺ ചാനൽ ഉൾപ്പെടെയുള്ള ചാനലുകൾ പുറത്തുവിട്ടിട്ടുണ്ട്. കോപ്പി അവൈലബിൾ ആണ്. ആ കാര്യം അദ്ദേഹത്തിന് അറിയുകയും ചെയ്യാം. അദ്ദേഹത്തിന് അറിയില്ല എന്നുള്ള കാരണം കൊണ്ട് കോടതി വിധി ലംഘിക്കാനുള്ള കാരണമായി അദ്ദേഹം എടുക്കുന്നുണ്ടെങ്കിൽ, ധൈര്യമുണ്ടെങ്കിൽ അവിടെ നിർമ്മാണ പ്രവർത്തനം തുടർന്ന് നടത്തട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. ഹരീഷ് വാസുദേവൻ, തിരിച്ചു വരാം. ശ്രീ CR നീലകണ്ഠൻ, വേണുഗോപാൽ വാദിക്കുന്ന മറ്റൊരു കാര്യം അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ല എന്നാണ്. CRZ 1-ൽപ്പെട്ട ഒരു പ്രദേശത്ത് ഇപ്പോൾ നമ്മൾ ദൃശ്യത്തിൽ കാണുന്നത് പോലെയുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ പാടുണ്ടോ? പാടില്ല. അവിടെയാണ് പ്രശ്നം. CRZ 1-ഉം CRZ 1-ന്റെ മേഖലയും ആണെങ്കിൽ അവിടെ നോ ഡെവലപ്മെൻറ്റ് സോണാണ്. ഒരു പ്രവർത്തനവും നടത്താൻ പാടില്ല. നേരത്തെ വെള്ളമാണ് എന്ന് പറഞ്ഞാലും CRZ 1-ൽ വെള്ളം വരാം. CRZ 4 വെള്ളമുണ്ടെങ്കിൽ ഏറ്റവും ഞാൻ നേരത്തെ പറഞ്ഞു അത് 2 മേഖലയിലും നടത്താൻ പാടില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അവിടെ നിർമ്മാണ പ്രവർത്തനം നടത്തില്ല, മണ്ണെടുക്കുക എന്ന്. മണ്ണെടുക്കുന്നതിനും അവിടെ അനുമതി വേണം. കാരണം മണ്ണെടുക്കണമെങ്കിൽ അതിൻ്റെ പാരിസ്ഥിതികമായ പ്രത്യേകതകൾ മാറുമോ എന്ന് ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ? അതിന് അനുമതി കിട്ടിയിട്ടുണ്ടോ? അനുമതി കൊടുക്കാൻ ആർക്കാ അധികാരം? CZMA അനുസരിച്ച് കൊടുത്തിട്ടുണ്ടോ? ചോദ്യം ഇവിടെ ഇപ്പോഴും ഇതിന് അനുമതി ഇല്ല എന്ന് തന്നെയാണ് കോടതിയിൽ വാദിച്ചിട്ടുള്ളത്. അതിന് അനുമതി, നേരത്തെ ഹരീഷ് വാസുദേവൻ പറഞ്ഞത് അനുമതി വേണ്ട എന്നാണ് GCDയുടെ വക്കീൽ കോടതിയിൽ പറഞ്ഞതെന്നാണ്. അനുമതി വേണ്ട എന്നാണ് വാദിക്കുന്നതെങ്കിൽ അത് വേറൊരു പ്രശ്നമാണ്. അനുമതി കിട്ടണമെന്നാണ് വാദിക്കുന്നതെങ്കിൽ അതാണ് ലീഗലി നിലനിൽക്കുന്നത്. അദ്ദേഹം പറഞ്ഞു വേറെ ഏതോ ടൗൺ പ്ലാനിംഗ് നിയമം അനുസരിച്ച് അനുമതി വേണ്ട എന്ന വാദം ഞാനതിൽ കണ്ടു. യഥാർത്ഥത്തിൽ ആ വാദം നിലനിൽക്കില്ല. ആ വാദം നിലനിൽക്കില്ല എന്നുള്ളത് കൊണ്ടാണ് നിർമ്മാണ പ്രവർത്തനം നിർത്തിവെക്കാൻ പറഞ്ഞത്. ഇനി ഇപ്പോൾ നടത്തുന്ന പ്രവർത്തനം നിർമ്മാണ പ്രവർത്തനമാണോ, അത് പാരിസ്ഥിതികമായി പ്രത്യാഘാതം ഉണ്ടാക്കുമോ എന്ന് വീണ്ടും CSMA പരിശോധിക്കണം. അതിനിപ്പോൾ അവർ 5-ാം തീയതി അത് കൊടുക്കണം. അവർ ആ അതോറിറ്റി അത് കൊടുക്കുമ്പോഴാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞു താങ്കൾ ലേഖൻ പറഞ്ഞ റിപ്പോർട്ട് ശരിയാണെങ്കിൽ ഇത് മണ്ണെടുക്കുന്നതോടുകൂടി കണ്ടൽക്കാട് അതിനിടയ്ക്ക് നിൽക്കുന്ന കണ്ടൽ ഒടിയുന്നുണ്ടെന്നാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട, ആ മണ്ണെടുക്കലും നിർത്താൻ പറയും. നിർമ്മാണ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ നികത്തൽ മാത്രമല്ല. താങ്കൾ ഒരു പക്ഷേ നേരത്തെ ഓർമ്മ പിശക് കൊണ്ടായിരിക്കണം ഇത്തരമൊരു ഉത്തരവില്ല എന്ന് പറഞ്ഞത്. ഇത്തരമൊരു ഉത്തരവുണ്ട്. 16-ാം തീയതിയിലെ ഹൈക്കോടതിയുടെ ഉത്തരവിന്റെ കോപ്പി ഞങ്ങൾ ദൃശ്യങ്ങളിൽ കാണിക്കുന്നുണ്ട്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല എന്ന് താങ്കൾ പറയുന്നു. ശ്രീ CR നീലകണ്ഠൻ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ നടക്കുന്നത് പോലുള്ള പ്രവർത്തനങ്ങളും നടത്താൻ പാടില്ല CRZ 1-ൽപ്പെട്ട ഒരു പ്രദേശത്ത്. ഇത്
ഞാനിത് യാതൊരു വിധത്തിലുള്ള ഡിസ്കഷനും ചർച്ചയുമില്ലാതെ ഞാൻ എൻ്റെ അഡ്വക്കേറ്റിനെയും കൊണ്ടിട്ട് ഇന്ന് സ്ഥലത്ത് പോയിരുന്നാണ്. ഉത്തരവാദപ്പെട്ട അഡ്വക്കേറ്റിനെയും കൊണ്ടിട്ട് പോയിട്ട് ഈ വെള്ളം വറ്റിച്ച് കളയുന്നത് ഞാൻ നിർത്തിവെച്ചു ഇന്ന് രാവിലത്തെ നിങ്ങളുടെ ഈ വാർത്ത കേട്ടപ്പോൾ. കാരണം ഞാനിനി തെറ്റ് ചെയ്തിട്ട് ഏതെങ്കിലും രീതിയിലുള്ള ആക്ഷേപത്തിന് കാരണമാകണ്ടല്ലോ. കാരണം എൻ്റെ ഇത് വ്യക്തിപരമായ താല്പര്യമൊന്നും അല്ലല്ലോ. നിങ്ങൾ കാണുന്ന വെള്ളം കണ്ടില്ലേ? ഇവിടെ മീനെ വളർത്തുന്നതിന് ആവശ്യമായിട്ടുള്ള കേജ് ഫിഷിങ്ങിന് ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ചെയ്യുമ്പോൾ ഞാനിന്ന് അഡ്വക്കേറ്റിനെ കൊണ്ട് അവിടെ പോയി. വെള്ളം വറ്റിക്കുന്നത് അദ്ദേഹം പറഞ്ഞ മൂന്നാമത്തെ ഒരു ക്ലോസാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി വേറൊന്നുണ്ട്, സോണിൻ്റെ അനുവാദം മേടിച്ചിട്ടില്ലെങ്കിൽ അതിൻ്റെ ഒരു അപേക്ഷ കൊടുക്കണമെന്നും ഹൈക്കോടതിയിൽ നിന്നും പറഞ്ഞിരിക്കുന്നു. സോണാണോ ഇല്ലയോ എന്നുള്ള തർക്കം വേറെയുണ്ട്. കാരണം അതിൻ്റെ ചുറ്റുപാടും വീടുകൾ പുതിയത് വന്നുകൊണ്ടിരിക്കുന്നു, വീടുകൾ വെച്ചുകൊണ്ടിരിക്കുന്നു, റോഡുകൾ മുഴുവനുണ്ട്, 4 സൈഡിലും റോഡുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊരു ഉത്തരവുണ്ട് ശ്രീ എൻ വേണുഗോപാൽ, ഹൈക്കോടതിയിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു ഇടക്കാല ഉത്തരവില്ല. നിങ്ങൾ പറഞ്ഞതല്ല, ഇല്ല, ഉത്തരവില്ല. ഉത്തരവ് വന്നിരിക്കുന്നതിൻ്റെ മൂന്നാമത്തെ ഇത് എൻ്റെ കയ്യിലിരിക്കുന്ന കടലാസാണ്. ഈ കടലാസിനകത്ത് എർക്ലെയിം ചെയ്യുന്നതും മണ്ണ് കൊണ്ടുപോയി ഇത്തരം വളരുന്ന മാംഗ്രോവ് വളരുന്ന സ്ഥലത്ത് ഇടുകയും ചെയ്യുന്നത് നിർത്തിവെക്കണം. നിർത്തിവെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇടുന്നില്ല. അത് ഞങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ്. പിന്നെ എങ്ങനെയാ മണ്ണിടുന്ന? ഇതങ്ങനല്ല. CRZ-1 പരിധിയിൽപ്പെടുന്ന ഭൂപ്രദേശത്ത് ഇത്തരം മണ്ണെടുക്കൽ തുടങ്ങിയ കാര്യങ്ങൾ കണ്ടൽക്കാടുകൾക്ക് നാശം വരുത്തുന്ന പ്രവർത്തനങ്ങൾ നടത്താൻ പാടില്ല എന്നുള്ളത് ബോധ്യമല്ലേ? തെറ്റാ. ഇല്ലില്ല, CRZ-1 അല്ല. 1 ആണെങ്കിൽ അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുവാദം കൊടുക്കുമോ? അനുവാദമില്ല എന്ന് കോസ്റ്റൽ സോൺ മാനേജ്മെന്റ് അതോറിറ്റി പറയുന്നുണ്ട് ശ്രീ എൻ വേണുഗോപാൽ. അത് വ്യത്യാസമുണ്ട്. പിന്നെ വീടുകൾ, സ്കൂളുകള് എല്ലാം ഉണ്ട് ഇവിടെ. CR നീലകണ്ഠൻ പിന്നെ വെള്ളം പമ്പിയിൽ കളയുന്ന വേറെ ഇങ്ങോട്ടുമല്ല. അല്ല, ഇതിൽ ഒരു കാര്യമുണ്ട് വിളിച്ച്. CRZ-1 ആണെങ്കിലും നിങ്ങൾക്ക് പണിയാവുന്ന ചില പണികളുണ്ട്. അതിൽപ്പെട്ടതാണ് നേവിയുടെയും പോർട്ടിൻ്റെയും സംഗതി. നേവിക്കും പോർട്ടിനും ഇപ്പം അങ്ങനെയാണല്ലോ. നമ്മുടെ എങ്ങനെയാണ് ഇപ്പോൾ ബോൾഗാട്ടിൽ നികത്തിയെടുത്തത്? പോർട്ട് ട്രസ്റ്റിന് എന്ന പേരിലാണല്ലോ നികത്തിയെടുത്ത് ഇപ്പോൾ ഒരു വലിയ മുതലാളി അവിടെ ഇത് പണിയുന്നത്. ഞാൻ അതിലേക്ക് പോവല്ല. പോർട്ട് ട്രസ്റ്റിന്, നേവിക്ക്, ആറ്റോമിക് എനർജിക്ക് CRZ-1 പോലും എക്സംഷനുണ്ട്. പക്ഷെ അവിടെയും കണ്ടൽക്കാടുണ്ടെങ്കിൽ പ്രശ്നമുണ്ട്. കണ്ടൽക്കാടുണ്ടെങ്കിൽ ആ എക്സെപ്ഷൻ നിലനിൽക്കില്ല. കാരണം അത് വേറെ വിഷയമാണ്. ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ ചോദ്യം വളരെ ലളിതമാണ്. ഇത് CRZ-4 ആണെങ്കിൽ, 1 ആണെങ്കിൽ, സോണിൽ പെട്ടതാണെങ്കിൽ, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞു അപേക്ഷ കൊടുത്ത കാര്യമില്ല. കാരണം വയലേഷൻ കഴിഞ്ഞതിന് ശേഷം ഇതിന് റെഗുലറൈസേഷൻ ഇല്ല. CRZ-ൽ റെഗുലറൈസേഷൻ എന്നൊരു ചോദ്യമേ ഇല്ല. നിങ്ങൾ തെറ്റ് ചെയ്തിട്ട് വയലേറ്റ് ചെയ്തിട്ട് പിന്നെ ചെയ്യാൻ പറ്റില്ല. വയലേറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ അദ്ദേഹത്തിന് തുടരാം. വയലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിയമം ലംഘിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് റെഗുലറൈസ് ചെയ്യാൻ CZMAക്കോ ആർക്കും അധികാരമില്ല. കാരണം അത് നിയമലംഘനമാണ്. ഇവിടെ ഇപ്പോൾ അത് ലംഘിക്കപ്പെട്ടിട്ടുണ്ടോ എന്നാണ് കോടതി 5-ാം തീയതി പരിശോധിക്കാൻ പോണത്. CZMA വച്ച് ഈ മാപ്പ് വച്ച് അതിൻ്റെ സോണിങ് അനുസരിച്ച് ഇത് സോൺ 1 ആണോ 4 ആണോ, അവിടെ ചെയ്തിട്ടുണ്ടോ, 50 മീറ്റർ വിടേണ്ട കാര്യമുണ്ടോ, അതിൽ പെടുന്നുണ്ടോ. മാത്രവുമല്ല, നേരത്തെ പറഞ്ഞതുപോലെ റീക്ലെയിമിംഗ് മാത്രമാണോ, മണ്ണെടുക്കുന്നത് അതിൽപ്പെട്ടതാണോ? ഇപ്പോൾ കടലിൽ നിന്ന് മണൽ ഖനനവുമായി ബന്ധപ്പെട്ടുള്ള കേസ് വന്നപ്പോൾ കടലിൽ നിന്ന് മണലെടുക്കുന്നതും CRZ വയലേഷനാണ്. വെള്ളത്തിൽ നിന്ന് മണ്ണെടുക്കുന്നത്. അപ്പോൾ ഇവിടെയും ഈ CRZ-4 ആണെങ്കിൽ മണ്ണെടുക്കുന്നതും വയലേഷനായി വരാം. ഞാൻ അത് സംബന്ധിച്ച മെറിറ്റിലേക്ക് ഇപ്പോൾ നമ്മൾ പോകുന്നില്ല. കാരണം അതിൻ്റെ മാപ്പ് വെച്ച് കോടതി ചെയ്യേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ ശ്രീ എൻ വേണുഗോപാൽ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ചർച്ചയിലേക്ക് തിരിച്ചു വരാം. ഡിഫോക്കസ് തുടരുന്നു. സനൂപ് ശശിധരനിലേക്ക് ഒരിക്കൽ കൂടി. സനൂപ്, കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം ഈ കേസിൽ ഹൈക്കോടതിയിൽ അഫിഡവിറ്റ് നൽകിയിട്ടുണ്ട്. എന്താണ് അതിൽ അവർ പറയുന്നത്? പക്ഷേ ഇതിന് തൊട്ടപ്പുറത്ത് തന്നെ കൊച്ചിൻ കോർപ്പറേഷൻ ഒരു സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് സ്ഥാപിക്കുന്നുണ്ട്. ഇത് സംബന്ധിച്ച് ചെന്നൈയിലുള്ള ഹരിത ട്രൈബ്യൂണലിലാണ് കഴിഞ്ഞ ഡിസംബർ 10-ന് കേന്ദ്ര പരിസ്ഥിതി വന മന്ത്രാലയം ഒരു അഫിഡവിറ്റ് സമർപ്പിച്ചത്. CRZ മേഖലയിൽ എന്തെല്ലാം നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ പാടില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് അതിൽ അഫിഡവിറ്റിൽ ഉള്ളത്. 19 കാര്യങ്ങളാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ
ഇപ്പോൾ GCDA ചെയർമാൻ പറയുന്നത് അവർ മത്സ്യം വളർത്താനാണ് ശ്രമിക്കുന്നത് എന്നാണ്. അതാണ് അവരുടെ പദ്ധതി എന്ന്. എന്നാൽ പ്രോഹിബിറ്റഡ് ആക്ടിവിറ്റീസിൽ അക്വാകൾച്ചറും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ തുടങ്ങിയ ആക്ടിവിറ്റീസ് എല്ലാം തന്നെ CRZ-ൽ പാടില്ല. ഇത് റാംസർ കൺവെൻഷൻ പ്രകാരം ഇന്ത്യ അംഗീകരിച്ചിട്ടുള്ള കാര്യമാണ്. ഇതിന് കേന്ദ്ര മന്ത്രാലയത്തിന് പോലും അനുമതി നൽകാനാകില്ല എന്ന കാര്യം വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് കൊച്ചി കോർപ്പറേഷൻ അവിടെ നടത്തുന്ന സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് കേസിൽ ഹരിത ട്രിബ്യൂണൽ കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 10-ാം തീയതി അഫിഡവിറ്റ് നൽകിയിരിക്കുന്നത്. അവസാനമായി ശ്രീ N വേണുഗോപാൽ, മറ്റൊരു കേസിലാണെങ്കിൽ കൂടി കേന്ദ്ര സർക്കാർ നൽകിയ അഫിഡവിറ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ CRZ 1-ൽ നടത്താൻ പാടില്ല എന്ന് പറയുന്നതിൽ താങ്കൾ നേരത്തെ സൂചിപ്പിച്ച മീൻ വളർത്തൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. അല്ല, ആ പ്രദേശത്ത് മുഴുവൻ മീൻ വളർത്തലാണ് നടക്കുന്നത്. ഞങ്ങൾ കുറേ കൂടെ ശാസ്ത്രീയമായിട്ട് മീൻ വളർത്തണം എന്നുദ്ദേശിച്ചല്ലാണ്ട് മീൻ വളർത്തൽ നടന്നുകൊണ്ടിരുന്നതാണ്. ഇതിനകത്ത് മീനുണ്ടായിരുന്നു, മീൻ പിടിക്കുന്നുണ്ടായിരുന്നു, ഇതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ആ മീൻ വളർത്തലും മീൻ പിടിക്കലും വലയിടലും ഒക്കെ നടന്നുകൊണ്ടിരുന്ന സ്ഥലത്തെ കുറേ കൂടി ശാസ്ത്രീയമായിട്ട് മീൻ വളർത്തണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി CMFRയുടെ 3 സയൻറ്റിസ്റ്റുകളെ വിളിച്ച് ഇതിനകത്ത് കേജ് ഫിഷിങ്ങിന് ആവശ്യമായിട്ടുള്ള സന്നാഹങ്ങൾ ഒരുക്കിയിട്ട് വേമ്പനാട് കായലിൽ നിന്നും വെള്ളം കയറ്റി ആ ഫിഷിങ് നടത്തുകയും അവിടുത്തെ പ്രദേശത്തുള്ള ആളുകൾക്ക് ഒരു പൈലറ്റ് പ്രൊജക്റ്റ് എന്നുള്ള രീതിയിൽ ഈ കേജ് ഫിഷിൻ്റെ ഗുണഭോക്താക്കളാക്കി മാറ്റുകയും ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. ഏതെങ്കിലും കാരണവശാൽ എന്നെ സംബന്ധിച്ചിടത്തോളം നിയമം ലംഘിക്കണമെന്നൊന്നും എനിക്ക് താല്പര്യമൊന്നുമില്ല. ഇതിനു മുമ്പ് ഡോൾഫിൻ അക്വേറിയം വരുമെന്ന് പറഞ്ഞു. ഡോൾഫിൻ അക്വേറിയം വരുമെന്ന് പറഞ്ഞപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു ഡയറക്ഷൻ വന്നു. ഇന്ത്യയിൽ ഡോൾഫിൻ അംഗീകരിക്കുന്നില്ല. വേണുഗോപാൽ, വിശദമായി പോകാൻ നമുക്ക് സമയമില്ലാത്തത് കൊണ്ടാണ് അവസാനമായി ഒരു കാര്യം കൂടി ഞാൻ ചോദിക്കട്ടെ. GCDയെ സംബന്ധിച്ചിടത്തോളം ഇത് CRZ 1-ൽപ്പെട്ട സ്ഥലമാണോ അല്ലേ എന്ന കാര്യത്തിലുള്ള സംശയമുണ്ടോ? അല്ലെങ്കിൽ ഏതൊക്കെ ഇപ്പോൾ നടക്കുന്ന പ്രവൃത്തികൾ അവിടെ നടക്കാൻ പറ്റുന്നതാണോ പറ്റാത്തതാണോ എന്ന കാര്യത്തിൽ എന്തെങ്കിലും ആശയക്കുഴപ്പമുണ്ടോ? അല്ലെങ്കിൽ ഇതെല്ലാം തന്നെ 100% ശരിയാണെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അല്ല, ഇതിൻ്റെ ചുറ്റുപാടും വീടുകൾ മുഴുവൻ പണിയുകയും ഇപ്പോഴും പണിഞ്ഞുകൊണ്ടിരിക്കുകയും എല്ലാ ഭാഗത്തും റോഡുകൾ കൊണ്ട് കവർ ചെയ്യുകയും ചെയ്തിരിക്കുന്ന ഈ സ്ഥലത്ത് കൊച്ചിൻ കോർപ്പറേഷൻ ഒരുപാട് വീടുകൾക്ക് ഈ പ്രദേശത്ത് അനുമതി കൊടുത്തിട്ടുണ്ട്. ആ പ്രദേശങ്ങളിൽ ഇപ്പോഴും വീടുകൾ പണിയുന്നുണ്ട്. ആവർത്തിക്കുകയാണ് ഞാൻ ചോദിച്ചത്. നിങ്ങൾ നടപ്പാക്കുന്ന ഈ പർട്ടിക്കുലർ പ്രൊജക്ടിന്റെ കാര്യമാണ് ചോദിച്ചത്. ഇതിലെന്തെങ്കിലും ആശയക്കുഴപ്പമുണ്ടോ എന്നാണ്. ഞങ്ങൾ വീടുകൾ പണിയുന്നില്ല. ഞങ്ങൾ മണ്ണ് മാറ്റി അവിടെ ആഴം വർദ്ധിപ്പിച്ച് ഞങ്ങൾ അവിടെ മീനെ വളർത്തൽ മാത്രമേ ഉള്ളൂ. ശ്രീ N വേണുഗോപാൽ, 5-ാം തീയതി കോടതിയിൽ ഈ കാര്യങ്ങൾ വരുമ്പോൾ കൂടുതൽ വ്യക്തമാകും. എന്നാലും കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മീഡിയ വൺ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. കോടതി ഉത്തരവും ബന്ധപ്പെട്ട എല്ലാ രേഖകളും ഉണ്ട്. അതിൽ താങ്കൾക്ക് സംശയം ഉണ്ടാകേണ്ട കാര്യമില്ല. വളരെ നന്ദി ശ്രീ CR നീലകണ്ഠൻ, ഒപ്പം ശ്രീ N വേണുഗോപാൽ, അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്, ഒപ്പം ഇതിലെ ഈ പദ്ധതിക്കെതിരെ പരാതി നൽകിയ പീറ്ററിനും നന്ദി. വളരെ നന്ദി. ഡിഫോക്കസ് മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയം. നമസ്കാരം.